പ്രസവ വേദന എന്ന് പറഞ്ഞാൽ സ്വയം പ്രസവിക്കണം, സിസേറിയനാകാൻ പറ്റുകയില്ല. വളർത്തിക്കൊണ്ടുവന്ന കയ്യിൽ പാമ്പിനെ പോലെ കടിക്കുന്നവരാണ്. രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി. രണ്ട് തന്തയുണ്ടോ? ഒരാളില്ലല്ലോ, ഒരച്ഛനല്ലേ ഉള്ളൂ. മരിക്കുമ്പോൾ പോലും എന്നെ കാണാൻ വരണം എന്നെനിക്ക് ആഗ്രഹമില്ല. ആ നന്ദി, നായ്ക്കുള്ള നന്ദിയെങ്കിലും നമ്മൾ കാണിക്കും. എൻ്റെ ജീവിതം ഇപ്പൊ കോമാളിയായി, എവിടെ പോയാലും ആകെ അപമാനമായി. ഉള്ളത് പറയാം. ഹലോ ഹലോ, എന്തല്ലടാ ചക്കരെ? ഹലോ മാമ ഇപ്പം എവിടെ? ഞാൻ മഴക്കൂരാപ്പ് വന്നതുകൊണ്ട് വെളിയിലോട്ടൊന്നും ഇറങ്ങില്ലടാ, വീട്ടിൽ തന്നെ ഉണ്ട്. ആ, എന്ത് ചെയ്യണ്? ഞാൻ ഗണേശൻ പറഞ്ഞ വായുത്തോന്നികളൊക്കെ കേട്ടോണ്ടിരിക്കുന്നേ. എന്തുവാ ഈ ഗണേശന് പറ്റിയ എന്തോന്ന്? എന്തൊരു പറ്റാൻ, മൈക്കും കൈയടിച്ച ആൾക്കൂട്ടമൊക്കെ കാണുമ്പം ചിലവരൊക്കെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് മൈക്കോമാനിയ എന്നാണ് ഈ അസുഖത്തിൻ്റെ പേര്. വല്ലതും വായുത്തോന്നികൾ വിളിച്ചു പറയും, പിന്നെ വെളിയിറങ്ങാൻ ഒക്കില്ല. ബാലയെണ്ണ പണ്ടേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതാര് ബാലയെണ്ണ? എടാ എൻ്റെ അണ്ണൻ ബാലേഷുള്ള. എന്തൊരു പറഞ്ഞു? എന്നാൽ ഈ പ്രസവ വേദന ഒരു അമ്മ അറിയണമെങ്കിൽ പ്രസവ വേദന എന്ന് പറഞ്ഞാൽ സ്വയം പ്രസവിക്കണം, സിസേറിയനാകാൻ പറ്റുകയില്ല. സിസേറിയനും ഗണേശനും ബാലകൃഷ്ണ പിള്ളയും ഒരു പൊരുത്തം പറഞ്ഞില്ലല്ലോ മാമ. എടാ ചെറുക, നീ പറയുന്ന കേൾ എന്തൊരു അമ്മ. പ്രസവ വേദനയോ രാഷ്ട്രീയത്തിൽ ചോരയെഴുത്ത് നടത്തിയോ, അവൻ്റെ അച്ഛൻ ഉൾപ്പെടെ നടത്തിയ ജയിലിൽ കിടന്നോ, അല്ലെങ്കിൽ പോസ്റ്റർ ഒട്ടിച്ചോ, പട്ടിണി കിടന്നോ, തിരുവനന്തപുരം ജില്ലയിൽ പല സ്ഥലത്തും രാത്രി 12 മണിക്കും 1 മണിക്കും പാർട്ടി ക്ലാസ് കഴിഞ്ഞ് നടന്നോ, കടത്തിന്നെ കിടന്നു ഉറങ്ങിയതോ, പട്ടിണി കിടന്നോ ഒന്നും അറിയാതെ കടന്നു വന്ന സിസേറിയൻ ബേബിയാണ് രാഷ്ട്രീയത്തിൽ. സിസേറിയൻ കഴിഞ്ഞാൽ വന്നേ, സുഖപ്രസവമല്ല, വേദനയുള്ള പ്രസവമല്ല. അപ്പോൾ അതിൻ്റെതായ മനോഭാവം രാഷ്ട്രീയക്കാരോട് കാണിക്കും. അങ്ങാരൊക്കെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്തരാണെന്നും അങ്ങാര് പറഞ്ഞിട്ടുണ്ട്. ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി. ഇത് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉന്നതാധികാര സമിതി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് പത്രത്തിനും ടി വിയിലൊക്കെ വന്നല്ലോ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മകനോടുള്ള കടമ എൻ്റെ ബാലയണ്ണൻ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. അത് നിനക്കറിയാം. മകനോടുള്ള കടമ എൻ്റെ അച്ഛനും അമ്മയും തന്ന സ്വത്ത് കുറേ കൊടുത്തപ്പോൾ ഉണ്ടായിരുന്നു, അത് കുറേ കൊടുത്തിട്ടുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. കൂടുതൽ സ്വത്ത് ഈ ചെറുക്കൻ്റെ കയ്യിൽ കൊടുക്കാനും അണ്ണന് ഭയങ്കര പേടിയായിരുന്നു. കൊടുക്കാത്തതിൻ്റെ കാര്യം ബാലയണ്ണൻ അങ്ങനെ വിട്ട് ആരെടുത്തും പറഞ്ഞിട്ടില്ല. കൂടുതൽ സ്വത്ത് കൊടുക്കാഞ്ഞ എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി എൻ്റെ കയ്യിലുണ്ട്. അതോടുകൂടി മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വരും. അച്ഛനും മകനും എന്നുള്ള ബന്ധത്തെപ്പറ്റി എല്ലാവരും അറിയേണ്ടി വരും. യവനെ കൊണ്ട് സഹി കെട്ട് അവസാനം അങ്ങാരൊരു കാര്യം കൂടെ പറഞ്ഞതേ, ഇങ്ങനെ ഒരു മകൻ മരിക്കുമ്പോൾ പോലും എന്നെ കാണാൻ വരണം എന്നെനിക്ക് ആഗ്രഹമില്ല. അത്രയ്ക്ക് വെളുത്തുപോയി. എന്നാലും വേറൊരു കാര്യമുണ്ട്. എല്ലാത്തിനും വളം വെച്ച് കൊടുത്തതും തന്തയെന്നുള്ള നിലയ്ക്ക് ഈ ബാലയണ്ണൻ തന്നെ. അത് നിനക്കറിയാം. ഇപ്പോൾ സിനിമാക്കാരനാ ഗണേശൻ സ്ത്രീകളുമായിട്ട് അടുത്ത് ഇടപെടുകയെന്ന് പറഞ്ഞാൽ പറ്റുകയില്ല. കുറച്ച് കാശ് കൊടുത്താൽ കുറച്ച് കെട്ടിപ്പിടിക്കും, കൂടുതൽ കാശ് കൊടുത്താൽ കൂടുതൽ ഇറുക്കി കെട്ടിപ്പിടിക്കും. അത് തൊഴിലിൻ്റെ ഭാഗമാണ്. ഇപ്പം 6 മാരേഴ്സുള്ള കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞാൽ മോശമാണ്. കാരണം അതങ്ങനെയാണ് അതിൻ്റെ ലൈൻ. ഇതൊരു മോശമില്ല. ഇത് കെട്ടി പരസ്യമായിട്ട് 100, 200, 500 പേരുടെ മുമ്പിൽ ഇതുപോലുള്ള 10 ലൈറ്റിൻ്റെ മുമ്പിൽ വെച്ച് ആ കെട്ടിപ്പിടിക്കുന്ന ഒന്നും ചെയ്യാൻ ഒക്കില്ല. കെട്ടിപ്പിടിച്ച കാഴ്ചകൾ കാണാൻ സോളാർ കനിയേണം, നമ്മുടെ സോളാർ കനിയേണം. യാത് വാ